എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളൊരു വലിയൊരു പ്രശ്നമാണ് വാഹനത്തിന്റെ വേഗത സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ വരിക. ആക്സിലറേറ്റർ കൊടുത്താൽ വാഹനത്തിന്റെ സ്പീഡ് കൂടുതലായിട്ട് പോകും. അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ വാഹനത്തിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരിക. അതുപോലെ തന്നെ ആക്സിലറേറ്ററിൽ നിന്ന് കാലയച്ചാൽ ഒന്നെങ്കിൽ വാഹനം ഓഫായി പോകും, അല്ലെങ്കിൽ വാഹനം തീർത്തും സ്ലോ ആയി പോകും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്കൊരു വാഹനത്തിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ഗുണമാകുന്ന ഒരു അറിവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. വാഹനം ഓടിച്ച് നമുക്ക് ഇതിനുള്ള ഒരു ഉത്തരം കണ്ടെത്താം. സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ആക്സിലറേറ്റർ കൊടുത്ത് നിങ്ങളുടെ വാഹനം മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ കുറച്ച് ദൂരം ഫസ്റ്റ് ഗിയറിൽ തന്നെ ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം ഓടിക്കുക. ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. ഒരു ചെറിയൊരു കയറ്റത്തോടെയാണ് പോകുന്നത്. ഞാനിപ്പോൾ ആക്സിലറേറ്റർ കൊടുത്തേക്കുന്നത് ഒരു പരിധിയിൽ കൂടുതലല്ല, ചെറുതായിട്ട് ഞാൻ ആക്സിലറേറ്റർ കൊടുത്തിട്ടുണ്ട്. വാഹനം കയറി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഫസ്റ്റ് ഗിയറിൽ നിങ്ങൾ ആക്സിലറേറ്റർ കൊടുത്ത് കുറച്ച് ദൂരം ഒന്ന് ഓടിക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിലുള്ള ഒരു ആക്സിലറേറ്ററിന്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത്, റോഡ് സ്ട്രെയിറ്റ് ആയി ഇനി അടുത്തൊരു ഗിയർ കൊടുക്കാം എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആക്സിലറേറ്റർ കൊടുത്ത് വാഹനത്തിന്റെ റണ്ണായിട്ട് സെക്കൻഡ് ഗിയർ ഒന്ന് ഇട്ട് കൊടുക്കുക. സെക്കൻഡ് ഗിയർ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിലുള്ള വേഗത നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു പ്രാക്ടീസായി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് തോന്നി കഴിയുമ്പോൾ നിങ്ങൾ പിന്നീട് തേർഡ് ഗിയർ ഇട്ട് കൊടുക്കുക. തേർഡ് ഗിയർ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പറഞ്ഞതുപോലെ തന്നെ ആക്സിലറേറ്റർ കൊടുത്ത് തേർഡ് ഗിയറിലുള്ള വാഹനത്തിന്റെ വേഗതയുടെ ഒരു ബാലൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് തന്നെ നിങ്ങൾ ഫോർത്ത് ഗിയറിലും പ്രാക്ടീസ് ചെയ്യുക. തുടക്കക്കാരെ നിങ്ങൾ ഒരു കാരണവശാലും ഫിഫ്ത്ത് ഗിയർ ഇട്ട് ആദ്യം ഒന്നും ഓടിക്കണ്ട. കുറച്ചൊന്ന് ഓടിച്ചൊരു ഐഡിയ ആയതിനു ശേഷം മാത്രം ഫിഫ്ത്ത് ഗിയറിലേക്ക് പോയാൽ മതി. അങ്ങനെ ഫോർത്ത് ഗിയറിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആക്സിലറേറ്ററിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വാഹനത്തിന്റെ വേഗത നമ്മളുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. 1 ആക്സിലറേറ്റർ, 2 ബ്രേക്ക്, 3 ക്ലച്ച്, അതുപോലെ തന്നെ ഗിയർ. ഇവയുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്കൊരു വാഹനത്തെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് ഞാൻ ഏറ്റവും ആദ്യം ആക്സിലറേറ്ററിനെ കുറിച്ച് ഒരു ഐഡിയ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോൾ ആക്സിലറേറ്റർ നമ്മൾ കൊടുത്താലും വാഹനത്തിന് ഒരു പരിധിയിൽ കൂടുതൽ സ്പീഡ് ഉണ്ടാകത്തില്ല. കാരണം ഫസ്റ്റ് ഗിയറിൽ നല്ലൊരു പിടുത്തമാണ് വാഹനത്തിനുള്ളത്. അത് എഞ്ചിനുമായിട്ട് നല്ലൊരു പിടുത്തത്തിലാണ് വാഹനം പോകുന്നത്. അത് നമ്മൾ എത്രയധികം ആക്സിലറേറ്റർ കൊടുത്താലും വാഹനത്തിന് സ്പീഡ് കൂടത്തില്ല, ഒരു പരിധിയിൽ കൂടുതൽ സ്പീഡ് കൂടത്തില്ല. എന്നാൽ വാഹനത്തിന് മൂവ്മെന്റ് ആയതിനു ശേഷം നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുത്താൽ, ഫസ്റ്റ് ഗിയറിൽ കൊടുത്ത അത്രയും അധികം നമ്മൾ ആക്സിലറേറ്റർ സെക്കൻഡ് ഗിയറിൽ കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിന് വേഗത കൂടുകയാണ് ചെയ്യുന്നത്. കാരണം കുറച്ചും കൂടെ എഞ്ചിനുമായിട്ടുള്ള പിടുത്തം മാറി സെക്കൻഡ് ഗിയറിൽ വരുന്നു, വാഹനം കുറെ കൂടെ സ്മൂത്ത് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ അളവിലും വാഹനത്തിന്റെ വേഗത കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഗിയറും മുന്നോട്ടിട്ട് കൊടുത്ത് ആക്സിലറേറ്റർ കൊടുത്താൽ നമുക്ക് വാഹനത്തിന്റെ വേഗത കൂട്ടുവാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മൾ സെക്കൻഡ് ഗിയറിൽ നിന്ന് പിന്നീട് നമ്മൾ തേർഡ് ഗിയർ ഇട്ട് കൊടുക്കുന്നു. തേർഡ് ഗിയറിൽ ഇട്ട് കൊടുക്കുമ്പോൾ വാഹനം കുറെ കൂടെ സ്മൂത്ത് ആവുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ഗിയറിൽ എത്രയധികം ആക്സിലറേറ്റർ കൊടുത്തോ ആ ഒരു അളവിൽ തന്നെ നമ്മൾ തേർഡ് ഗിയറിൽ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ വാഹനത്തിന്റെ വേഗത വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ സമയത്ത് ആ സാഹചര്യത്തിൽ റോഡിന്റെ അവസ്ഥ സ്ട്രെയിറ്റ് ആണ്, നമുക്ക് ആ ഒരു സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ നല്ല രീതിയിൽ തേർഡ് ഗിയറിൽ ആക്സിലറേറ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് വേഗത കുറച്ച് കുറവാണ് ആവശ്യമെങ്കിൽ എന്ത് ചെയ്യണം, അത്രയും ആക്സിലറേറ്റർ കൊടുക്കാതെ വാഹനത്തിന്റെ റണ്ണിങ് നിലനിർത്താനുള്ള ഒരു ആക്സിലറേറ്റർ കൊടുക്കുക. പിന്നീട് നമുക്ക് ഫോർത്ത് ഗിയറിൽ ഇട്ടാൽ വീണ്ടും വാഹനം സ്മൂത്ത് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തേർഡ് ഗിയറിൽ കൊടുത്ത അത്രയും അധികം ആക്സിലറേറ്റർ ഫോർത്ത് ഗിയറിൽ കൊടുക്കുമ്പോൾ വാഹനത്തിന്റെ വേഗത വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഫോർത്ത് ഗിയറിൽ നിങ്ങൾക്ക് അത്രയൊരു വേഗത വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആക്സിലറേറ്റർ കുറച്ചും കൂടെ അയച്ചു കൊടുക്കുക, ചെറിയ രീതിയിൽ കൊടുക്കുക. ഇത് തന്നെയാണ് ഫിഫ്ത്ത് ഗിയറിലും സംഭവിക്കുന്നത്. അപ്പോൾ ഓരോ ഗിയറും മുന്നോട്ടിട്ട് നമ്മൾ ഓടിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ആക്സിലറേറ്റർ ഫസ്റ്റ് ഗിയറിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഗിയറിൽ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ എത്രയധികം കൂടുതൽ കൊടുത്തോ അത്രയും തന്നെ സെക്കൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിന്റെ വേഗത കൂടുകയാണ് ചെയ്യുന്നത്. അത് വാഹനം ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ സ്ട്രെയിറ്റ് റോഡിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ വേഗത ഇങ്ങനെ
മുന്നോട്ട് വർദ്ധിക്കുന്നത്. പിന്നെ തേർഡ് ആകുമ്പോഴും വേഗത വർദ്ധിക്കുന്നു, ഫോർത്ത് ഗിയറിൽ വരുമ്പോൾ വേഗത വർദ്ധിക്കുന്നു, ഫിഫ്ത്ത് ഗിയറിലും വേഗത വർദ്ധിച്ചു പോകുന്നു. നമുക്ക് നമ്മുടെ ഒരു വാഹനത്തിന്റെ വേഗത കൂട്ടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓരോ ഗിയറും നമ്മൾ മുന്നോട്ട് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വേഗത കൂട്ടി ഓടിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് അനുയോജ്യമായിട്ടുള്ള റോഡും ആയിരിക്കണം. ഒരു കയറ്റത്താണെങ്കിൽ നമുക്ക് എല്ലാ ഗിയറും മാറാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പം നമുക്ക് ആ ഫസ്റ്റ് ഗിയറിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലാണ് ചിലപ്പം പോകേണ്ടി വരുന്നത്. ആ ഒരു ഗിയറിൽ നമുക്ക് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ വാഹനത്തിന്റെ വേഗത കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വളരെ സിമ്പിളാണ്. നമ്മൾ ഇപ്പോൾ ഒരു ഫിഫ്ത്ത് ഗിയറിൽ പോകുന്നു, നല്ല സ്ട്രെയിറ്റ് റോഡിൽ പോകുന്നു. നമുക്ക് നമ്മുടെ വാഹനത്തിന്റെ വേഗത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നേരെ പുറകോട്ട് ഏറ്റവും ആദ്യം ഫോർത്ത് ഗിയർ ഇട്ട് കൊടുക്കുക. ഫോർത്ത് ഗിയർ ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ ആക്സിലറേറ്റർ കുറച്ച് നമ്മുടെ കാല് ബ്രേക്കിൽ വന്ന് വാഹനം സ്ലോ ചെയ്യും. അപ്പോഴാണ് ബ്രേക്കിന്റെ ഒരു പ്രവർത്തനം നമുക്ക് നല്ല രീതിയിൽ വരുന്നത്. ബ്രേക്കിൽ വന്ന് വാഹനത്തിന്റെ വേഗത കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ ഫോർത്ത് ഗിയറിൽ ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് നമുക്ക് സ്ട്രെയിറ്റ് റോഡിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. എന്നാൽ ഫോർത്ത് ഗിയറിലും പോകുമ്പോഴും വാഹനത്തിന് വേഗത കൂടുതലാണ്, നമുക്ക് കുറച്ചും കൂടെ സ്ലോ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തേർഡ് ഗിയർ ഇട്ട് കൊടുക്കുക. ആക്സിലറേറ്ററിൽ നിന്ന് കാലയഞ്ഞ് ബ്രേക്ക് ചെറുതായിട്ട് വന്ന് വാഹനം ചെറുതായിട്ട് റൺ ചെയ്ത് കൊണ്ടുപോവുക. അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ വേഗത കൂടുതൽ കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുക. ഇനി വീണ്ടും നമുക്ക് തേർഡ് ഗിയറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ വേഗത കുറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് നമ്മൾ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഓരോ ഗിയറും നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് പുറകോട്ടിട്ട് ഗിയറിന്റെ പിടുത്തവും ബ്രേക്കിന്റെ പിടുത്തവും കൂടെ വരുമ്പോൾ നമുക്ക് വാഹനത്തിന്റെ വേഗത നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു തരത്തിലായിരിക്കണം നമ്മളുടെ വേഗത നമ്മൾ നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ ആക്സിലറേറ്റർ അതിലൊരു വലിയൊരു ഘടകമാണ്, ബ്രേക്ക് ഒരു ഘടകമാണ്, ഗിയർ ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ ക്ലച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിന്റെ കൺട്രോളിങ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയുടെ കൂട്ടത്തിൽ ഞാനൊരു വേറെ വീഡിയോ കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. മമ്മി അത്യാവശ്യം ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യും, പൂക്കളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ചുമ്മാ വീഡിയോയുടെ ഇടയ്ക്ക് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആകട്ടെ. ഓക്കെ. അപ്പോൾ ഇതേ മമ്മി ഇവിടെ പൂ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതെന്നാ മമ്മി, ഇതിൻ്റെ പേരെന്നാ? ഇത് സോക്സ് എന്ന് പറയും. സോക്സ് കാലയിടുന്ന സോക്സ് ആണോ? അല്ലല്ല, ശരി. ഇത് പൂ ഉണ്ടാക്കുന്ന സോക്സ് ആണ്. ഇതിന് ചിലര് നെറ്റെന്നും പറയും, നമ്മുടെ ഇവിടെയൊക്കെ സോക്സ് എന്നാ പറയുന്നത്. സോക്സ് പൂ ഉണ്ടാക്കുന്ന സോക്സ് തരാൻ കടയിൽ ചെന്ന് പറയണം. ശരി, ഞാനിത് അഴിക്കാതെ. അതിലൊരെണ്ണം എടുക്കുക, എടുത്ത് വെച്ചിട്ട് നല്ലതായിട്ട് നെറുക്കുക. ഇങ്ങനെ ഇരിക്കും ഇത്. ഇതുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇതുപോലത്തെ കമ്പി. ഇത് ചെറിയ ലൈറ്റ് ആയിട്ടുള്ള കമ്പിയാണ്, കനം കുറഞ്ഞിട്ട്. ഇത് ഞാൻ ഇപ്പം അതിൻ്റെ 2 തരം കമ്പി കിട്ടും, സിൽവറും ഗോൾഡൻ കമ്പി. അതിൽ ഞാനിപ്പോൾ എടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഈ സിൽവർ കമ്പിയാണ്. ഈ കമ്പി നേരെ ആക്കിയിട്ട് പെയിൻ്റൊക്കെ ചെയ്യുന്ന കുപ്പി ഉണ്ടല്ലോ, അതുപോലെ ഒരു കുപ്പി എടുക്കുക. നമുക്ക് വട്ടത്തിന് റൗണ്ടിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ കുപ്പി എടുത്ത് വെച്ച് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇത് റൗണ്ടിന് ഇങ്ങനെ ചുറ്റി എടുക്കുക. എന്നിട്ട് ഇത്രയെങ്കിലും ഇത് നീളത്തിന് വേണം. ഇതുണ്ടോ, ചുറ്റിയെടുക്കാൻ. നമുക്ക് കെട്ടണമെന്നുണ്ടെങ്കിൽ ഇത്ര നീളം വേണം. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് കളയുന്നു. ഊരിയെടുക്കുക. ഇപ്പോൾ റൗണ്ട് ആയിട്ടുണ്ട്. കുറേ റൗണ്ട് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഈ സോക്സ് എടുക്കുക. ഇതുണ്ടോ, ഈ സോക്സ് ഇങ്ങനെ വലിക്കുമ്പം ഇങ്ങനെ വലിഞ്ഞു കിട്ടും. നമ്മൾ ഒത്തിരി വലിക്കരുത്, വലിച്ചു കഴിഞ്ഞാൽ എല്ലാണ്ട് അങ്ങ് വലഞ്ഞു പോകും. കീറിപ്പോലെ വലഞ്ഞിട്ട് കീറിയ പോലെ ഇരിക്കും. എന്നിട്ട് ഇതുപോലെ ഒരു റൗണ്ട് എടുക്കുക, ഒരു കമ്പി എടുക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ വലിക്കണം. കണ്ടോ? ഓക്കെ. കമ്പി വളയാതെ സൂക്ഷിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടി കുറവായതുകൊണ്ട്, കമ്പിക്കും കട്ടി കുറവായതുകൊണ്ട് നമ്മൾ ടൈറ്റിൽ വലിക്കാൻ പാടില്ല ഒത്തിരി. എന്നിട്ട് ഇതുപോലെ തന്നെ കളറുള്ള ഒരു നൂലെടുക്കുക. എന്നിട്ട് ഇങ്ങനെ നൂല്, അതായത് ഇതുപോലെ ഇങ്ങനെ കെട്ടണം. ശരി, മുറുക്കി വലിക്കണം. ഒരു 3-4 ചുറ്റിയിട്ട് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ഇതിലേക്ക് ഇടവഴി എന്നിട്ട് വലിക്കുക. കെട്ട് ടൈറ്റായി. ഇതുണ്ടോ, ഇതൊന്ന് പൊട്ടിച്ച് കളയുക. കത്രിക എടുത്ത് കട്ട് ചെയ്യുക.
കട്ട് ചെയ്യുക. ഇതുണ്ടോ? ഇതുകൊണ്ട് ഇവിടെ ഒരുപാട് കളറുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ കളർ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പം നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് നമുക്ക് പൂവാക്കാം. അതിനിങ്ങനെ ഇത് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ പൂവിൻ്റെ ഷേപ്പിന് വരണമല്ലോ ഈ ഇതള്. ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ ഈ വിരൽ ഇങ്ങനെ ഇത് ഈ കയ്യിൽ ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ വിരലും കൊണ്ട് പതിയെ ഇങ്ങനെ നമുക്ക് കൊടുക്കണം. ഇതുണ്ടോ? ഇങ്ങനെ ഷേപ്പ് കിട്ടാൻ ഇങ്ങനെ. ഇത്രേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ ഇതുപോലത്തെ ഈ കമ്പി അല്ലെ സാധാരണ അല്ലാത്ത കമ്പി എടുക്കാം നമുക്ക്. പിന്നെ മറ്റേ കെട്ടുകമ്പി ഇല്ലേ, കെട്ടുകമ്പിയാണ് ഏറ്റവും നല്ലത് ഉപയോഗിക്കാൻ പറ്റിയത്. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഈ കമ്പി കൊണ്ട് ഞാൻ അത് മതി. അത് നമ്മൾ രണ്ടാക്കി ഇതുപോലെ ഒരു കമ്പി എടുത്ത് വെച്ചിട്ട് ഇതിന് കട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഇത് രണ്ടാക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഇങ്ങനെ മടക്കണം. ഇങ്ങനെ കണ്ടോ? ഇങ്ങനെ മടക്കുക. ഇവിടെ പിപ്സ് എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. നമുക്കിഷ്ടമുള്ള കളർ എടുക്കാം. ഇതിന് യോജിക്കുന്ന കളർ എനിക്കിപ്പോൾ തോന്നുന്നത് ഈ പച്ച യോജിക്കും. മഞ്ഞ ആയതുകൊണ്ട് അപ്പോൾ പച്ച എടുക്കാം. ഇതെന്ന് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു 2-3 പിപ്സ് എടുക്കുക. 3 എടുത്തിട്ട് ഇതിനകത്തും കൂടെ ഇങ്ങനെ കയറ്റി ഇത് നേരെ ഒരേ ലെവലിലാക്കണം. ഇങ്ങനെ ഇത് നമ്മൾ വളച്ചെടുത്തല്ലോ ഈ കമ്പിയുടെ അകത്തും കൂടെ ഇതിങ്ങനെ ഇറക്കി ഇച്ചിരി ഇങ്ങനെ താഴേക്ക് ഇറക്കി വെക്കണം. എന്നിട്ട് നൂലെടുത്ത് കെട്ടണം. ഇങ്ങനെ കെട്ടുക. നീളമുള്ള ഭാഗം മുറിച്ച് കളയുക, കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്ക് ഇതുണ്ടോ ഈ ഓരോ ഇതളും എടുത്ത് ഇങ്ങനെ വെക്കണം. ഈ പൂവിൻ്റെ ഈ ഇതളിൻ്റെ നടുക്കായിട്ട് ഇതിങ്ങനെ വെക്കണം. എന്നിട്ട് ഈ നൂലും കൊണ്ട് ഇതിനെ കെട്ടി വെക്കുക. എന്നിട്ട് ഇതിലേക്കൂടെ കയറ്റി ടൈറ്റ് ചെയ്ത് കെട്ടണം. അടുത്തത് ഈ നൂല് വിടിയിപ്പിക്കണ്ട, അല്ലാതെ തന്നെ ഇതിങ്ങനെ വീണ്ടും എടുക്കുക. നൂല് കട്ട് ചെയ്യാതെ തന്നെ അടുത്തത് എടുക്കുക. കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ വെക്കുക. അത് വീണ്ടും ടൈറ്റ് ചെയ്യും. വീണ്ടും കെട്ടുക. എന്നിട്ട് പൊട്ടിക്കുക. നീണ്ടു നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ. എന്നിട്ട് ഇതിന് നമ്മൾ പറയുന്നത് സൊല്യൂഷൻ ടേപ്പ് എന്നാണ്. സൊല്യൂഷൻ ടേപ്പ് ഇത്. ഇതിനകത്ത് പശയുള്ളത് ഇതിൻ്റെ ഈ സൈഡിൽ. അതിങ്ങനെ ഒന്ന് പതിയെ ഒന്ന് വലിക്കുക. നേരം പശ കണ്ടോ നമ്മുടെ കയ്യെ ഒട്ടും. ഗ്രീൻ ടേപ്പ് എന്ന് പറഞ്ഞാലും മതി. ഇങ്ങനെ ചുറ്റണം. വലിച്ച് ചുറ്റണേ. വലിച്ച് ചുറ്റുമ്പം പൊട്ടിപ്പോകാതെ നോക്കണം. ഒത്തിരി വലിക്കല്. പൂവിൻ്റെ ഒരു ഇത് കണ്ടോ? പൂവിൻ്റെ അടിയിലുള്ള ആ ഒരു പച്ച കളറും. ഇങ്ങനെ ഒരു പൂ എടുക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ താഴെ ഇച്ചിരി താഴെ ഇതിങ്ങനെ പൊങ്ങി നിൽക്കത്തക്ക ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ നമുക്കിത് റൗണ്ടിൽ വേണേലും സെറ്റ് ചെയ്യാം, എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം. നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നത് കാണിക്കാവേ.